കാടുകളുടെ നിശ്ശബ്ദതയിൽ നിന്നും മറവിയിൽ നിന്നുമാണ് ചില കഥകൾ ജനിക്കുന്നത്. അസുരകുലത്തിൽ ജനിച്ചിട്ടും ധർമ്മത്തിന്റെയും സ്നേഹത്തിന്റെയും അർത്ഥം ലോകത്തോട് പഠിപ്പിച്ച ഒരു സ്ത്രീയുടെ കഥയാണ് ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഇത് ഹിഡുംബിയുടെ കഥയാണ്. ഒരു അസുരി, ഒരു പ്രണയിനി, ഒരു മാതാവ്, ഒടുവിൽ ഒരു ത്യാഗമൂർത്തി. നമസ്കാരം. നിങ്ങൾ കാണുന്നത് കഥാസരിത്ത് സാഗരം. ഹിഡുംബി ജനിച്ചത് കാട്ടിന്റെ ഇരുണ്ട ആഴങ്ങളിൽ ആയിരുന്നു. അസുരകുലത്തിന്റെ സ്വഭാവമെന്ന പോലെ ഭീകരതയും ക്രൂരതയും അവളുടെ ജീവിതത്തിന്റെ ഭാഗമായിരുന്നു. അവളുടെ സഹോദരൻ ഹിഡുംബൻ മനുഷ്യരെ വേട്ടയാടിയും ഭീകരത വിതച്ചും ജീവിച്ച ഒരു സുരൻ. ഹിഡുംബിയുടെ ജീവിതവും അതേ വഴിയിലായിരുന്നു ഒഴുകിയത്. ഭയം, വിശപ്പ്, കാട്ടിന്റെ നിയമങ്ങൾ. എന്നാൽ ഒരു രാത്രിയിൽ കാടിന്റെ ശ്വാസം തന്നെ മാറി. പാണ്ഡവർ വനവാസത്തിനിടെ ആ കാട്ടിൽ എത്തി. അവരോടൊപ്പം മനുഷ്യരിൽ അപൂർവമായി കാണുന്ന ഒരു ശാന്തതയും ധൈര്യവും ഉണ്ടായിരുന്നു. അവരെ കണ്ട ആദ്യ നിമിഷം തന്നെ ഹിഡുംബിയുടെ ഉള്ളിൽ ഒരു മാറ്റം തുടങ്ങി. പ്രത്യേകിച്ച് ഭീമനെ. അത് വെറും ആകർഷണം ആയിരുന്നില്ല. അത് അവൾ ആദ്യമായി അനുഭവിച്ച മനുഷ്യസ്നേഹമായിരുന്നു. ശക്തിയും കരുണയും ഒരുമിച്ച് നിൽക്കുന്ന ഒരാളുടെ സാന്നിധ്യം. ഹിഡുംബിക്ക് അത് അദ്ഭുതമായിരുന്നു. അസുരലോകത്ത് സ്നേഹം ദൗർബല്യമായിരുന്നു. പക്ഷേ ഇവിടെ സ്നേഹം ശക്തിയായിരുന്നു. ഹിഡുംബൻ ഭീമനോട് യുദ്ധത്തിനിറങ്ങിയപ്പോൾ ഹിഡുംബിയുടെ മനസ്സ് രണ്ടായി പിളർന്നു. ഒരു വശത്ത് സഹോദരൻ, മറ്റൊരു വശത്ത് ധർമ്മത്തിന്റെ വിളി. അവൾ അറിഞ്ഞിരുന്നു, ഹിഡുംബൻ തെറ്റിന്റെ വഴിയിലാണ്. അവനെ രക്ഷിക്കാൻ ശ്രമിച്ചാൽ അനേകം നിരപരാധികൾ മരിക്കും. അന്ന് ഹിഡുംബി തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടം ഏറ്റുവാങ്ങി. സഹോദരനെ, രക്തബന്ധത്തെ, തന്റെ പഴയ ലോകത്തെ. ഭീമൻ ഹിഡുംബനെ വധിച്ചു. കാട് നിശബ്ദമായി. ഹിഡുംബിയുടെ കണ്ണീർ കാടിന്റെ മണ്ണിൽ വീണു. പക്ഷേ ആ കണ്ണീർ ദ്വേഷത്തിന്റെതല്ലായിരുന്നു. അത് തിരിച്ചറിവിന്റേതായിരുന്നു. ഹിഡുംബി ഭീമനെ വിവാഹം ചെയ്തു. ഒരു അസുരിയും ഒരു മനുഷ്യനും, രണ്ട് ലോകങ്ങളുടെ സംഗമം. അത് ഹിഡുംബിക്ക് വലിയ നേട്ടമായിരുന്നു. സ്നേഹം, സുരക്ഷ, അംഗീകാരം. പക്ഷേ അത് താൽക്കാലികമായിരുന്നു. ഭീമൻ തന്റെ ധർമ്മപാതയിൽ മുന്നോട്ടു പോകേണ്ടവനായിരുന്നു. പാണ്ഡവരുടെ യാത്ര തുടർന്നു. ഹിഡുംബിയെ പിന്നിലാക്കി. അവൾ വീണ്ടും ഒറ്റയായി. ഇതാണ് ഹിഡുംബിയുടെ ഏറ്റവും വലിയ നഷ്ടം. സ്നേഹത്തെ സ്വന്തമാക്കാൻ കഴിഞ്ഞില്ല എന്ന വേദന. ഭീമനെ തടഞ്ഞുവെക്കാൻ അവൾ ശ്രമിച്ചില്ല. കാരണം അവൾക്ക് ധർമ്മത്തിന്റെ വില അറിയാമായിരുന്നു. എന്നാൽ ആ ബന്ധത്തിന്റെ ഏറ്റവും വലിയ നേട്ടം ഘടോത്കചൻ ആയിരുന്നു. ഹിഡുംബിയുടെ മകൻ. അസുരശക്തിയും മനുഷ്യധർമ്മവും ഒരുമിച്ച് ഒഴുകിയ രക്തം. അവനെ വളർത്തുമ്പോൾ ഹിഡുംബി ഒരു തീരുമാനം എടുത്തു. എന്റെ മകൻ നാശത്തിന്റെ പ്രതീകമാകരുത്. അവൻ ധർമ്മത്തിന്റെ ആയുധമായിരിക്കണം. ഘടോത്കചൻ വളർന്നു. മഹാഭാരതയുദ്ധത്തിൽ അവൻ തന്റെ പിതാവിന്റെ വംശത്തിനായി ജീവൻ ത്യജിച്ചു. ആ വാർത്ത ഹിഡുംബിയുടെ ഹൃദയം പിളർത്തി. ഒരു അമ്മയ്ക്ക് ഉണ്ടാകുന്ന ഏറ്റവും വലിയ നഷ്ടം. മകൻ. അന്ന് ഹിഡുംബി എല്ലാം നഷ്ടപ്പെട്ടവളായി തോന്നി. സഹോദരൻ ഇല്ല. ഭർത്താവ് അകലെയാണ്. മകൻ ഇല്ല. പക്ഷേ യഥാർത്ഥത്തിൽ അവൾ എല്ലാം നേടി. ധർമ്മത്തിനുവേണ്ടി നിലകൊണ്ട ഒരു മകൻ. അനീതിക്ക് മുന്നിൽ തലകുനിയാത്ത ഒരു ജീവിതം. അസുരകുലത്തിൽ ജനിച്ചിട്ടും മനുഷ്യരെക്കാൾ ഉയർന്ന ഒരു ആത്മബോധം. ഹിഡുംബി നമ്മെ പഠിപ്പിക്കുന്നത് ഇതാണ്. ജന്മം നമ്മെ നിർവചിക്കില്ല. തിരഞ്ഞെടുപ്പുകളാണ് നമ്മെ രൂപപ്പെടുത്തുന്നത്. നഷ്ടങ്ങൾ നമ്മെ തകർക്കണമെന്നില്ല. ചില നഷ്ടങ്ങളാണ് നമ്മെ ഉയർത്തുന്നത്. ഇതായിരുന്നു ഹിഡുംബിയുടെ കഥ. ഒരു അസുരിയുടെ ഉള്ളിലെ ദൈവികതയുടെ കഥ. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായെങ്കിൽ കഥാസരിത്ത് സാഗരം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇനിയും ഇതുപോലുള്ള പുരാണകഥകളും മറഞ്ഞ ചരിത്രങ്ങളും. വീണ്ടും കാണാം മറ്റൊരു കഥയുമായി. നമസ്കാരം.